अनमोल वचन अखिल भारतीय संत मत सत्संग के संस्थापक और गृहस्थ में आनंद योग के जनक परम संत महात्मा परम पूज्य श्री यशपाल जी महाराज अर्थात परम पूज्य भाई साहब जी द्वारा प्रतिपादित इन अनमोल वचनों का पालन करना अति आवश्यक है। ये वचन हमारी गृहस्थ आध्यात्मिक साधना के लिए मूलभूत सिद्धांत हैं, जो इस प्रकार हैं। हम दुनिया की हर चीज की कीमत आंकते हैं, अपने मानव जीवन की कीमत भी जाने व परमात्मा की प्राप्ति हेतु साधना करें। मनुष्य योनि एक उपहार है, इसीलिए परमात्मा को धन्यवाद देते हुए आधा घंटा प्रातःकाल, आधा घंटा सायंकाल पूजा अवश्य करें। सत्संग, सतनाम व सद्गुरु को प्राथमिकता देते हुए इसी के आधार पर ध्यान योगाभ्यास अवश्य करें व गृहस्थ के कार्यों को परमात्मा का कार्य समझकर उसी की याद में संपन्न करें। हर समय ये ध्यान रहे कि गुरु कृपा द्वारा परमात्मा की पवित्र सत्ता का हमारी आत्मा में वास है, अतः मन में निरंतर अपने इष्ट देव का जाप करें। मान सम्मान की इच्छा न करें व अपमान से दुखी न हो। परमात्मा के अतिरिक्त किसी और का भय न करें। दूसरों की बुराई न करें, न सुने, सत्य व मधुर बोलें, अश्लील शब्द मुंह से ना निकालें, सभी से नम्रतापूर्ण व सुंदर व्यवहार करें। धर्म पत्नी के अतिरिक्त अपने से बड़ी से माता जैसा, बराबर की से बहन जैसा व छोटी से पुत्री जैसा व्यवहार करें। सांसारिक जीवन यापन की आवश्यकताएं अंतहीन है, इसलिए अधिक से अधिक समय सत्संग में व धन परोपकार में खर्च करें। याद रखें, न स्त्री माया है, न धन दौलत, न ही परिवार। माया वह है जो हृदय को परमात्मा से दूर हटा दे। अतः निरंतर सत्संग और सद्गुरु की शरण में रहने का प्रयास करें। भोजन अपने इष्ट को अर्पण कर प्रसाद रूप में परमात्मा की याद में करें। रात्रि में सोने से पहले अच्छे बुरे कार्यों का आत्मनिरीक्षण कर उसका समुचित पश्चाताप करते हुए ध्यान करें व प्रभु की गहरी याद में ही विश्राम करें। परमात्मा तू ही है, तेरी इच्छा पूर्ण हो। जय सद्गुरुदेव जय पद शरणम श्रेयस्वरूप चरणो शरण। ധ്യാനം കിട്ടിത്തുടങ്ങിയാൽ നാവ് അണ്ണാക്കിലോട്ടാക്കി വെക്കുക. പിന്നെ തന്നെത്താനും ധ്യാനം കിട്ടും. നിങ്ങളുടെ മനസ്സ് അന്തർമുഖിയാകും. ഈ 4 വഴി കൊണ്ട് നാവിനെ നിയന്ത്രിക്കാൻ കഴിയും. 2 ഇന്ദ്രിയങ്ങൾ, കണ്ണും നാവും ഇതിന്റെ നിയന്ത്രണത്തിന്റെ പ്രധാന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇതിനെ ഡയറിയിൽ നോട്ട് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഈ തരത്തിൽ നിയന്ത്രണത്തിനായി എന്ന വേറെ ഏത് ഇന്ദ്രിയമാണ് നിയന്ത്രണത്തിലാകാത്തത്? 10 ഇന്ദ്രിയങ്ങളും ആത്മാവിന്റെ നിയന്ത്രണത്തിലാകും. അമർത്തുക എന്നതിന്റെ സാരം ഇതാണ്: നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലാകുക എന്നതാണ്. ആത്മാവ് എന്തു പറയുന്നു അതുപോലെ ഇന്ദ്രിയങ്ങൾ അനുസരിക്കണം. മറിച്ചല്ല വേണ്ടത്. ഇന്ദ്രിയങ്ങൾ പറഞ്ഞ മാതിരി നാം നടക്കരുത്.
രണ്ടാമത്തേതാണ് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരത്തിലാണ് വാസന. ഇതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്? വാസനകൾ 3 പ്രകാരത്തിലാണ്. 3 തരത്തിലുള്ള വിചാരങ്ങളെ കൊണ്ടാണ് മനുഷ്യന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള വിചാരം വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയെല്ലാം സംഭവിച്ചു, ഇത്ര നഷ്ടം സംഭവിച്ചു, ഇത്ര ലാഭം മെച്ചമുണ്ടായി. അതെല്ലാം ഭൂതകാല ചിന്തകളാണ്. നമ്മെ ബുദ്ധിമുട്ടിച്ചിരിക്കുക. പല ആളുകളും വിചാരിക്കും, നമ്മുടെ പൂർവികർ എത്ര കേമന്മാരും സമ്പന്നരുമായിരുന്നു, എത്ര തോട്ടങ്ങളായിരുന്നു, അങ്ങനത്തെ കുതിര ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ആന ഉണ്ടായിരുന്നു, വലിയ വലിയ മാളികകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദരിദ്രരായി. ഇത്തരത്തിലുള്ള വിചാരങ്ങളിൽ മുങ്ങിയിരിക്കും. ഒരു സ്ത്രീക്ക് സുന്ദരമായ മകനുണ്ടായിരുന്നു, പരമാത്മാവ് കൊണ്ടുപോയി. ആ സ്ത്രീ അതിനെ തന്നെ ചിന്തിച്ചിരിക്കുന്നു, എൻ്റെ മകൻ എത്ര നല്ലവനായിരുന്നു, വലിയ വലിയ കണ്ണുകളായിരുന്നു, അങ്ങനത്തെ മൂക്കായിരുന്നു. ഇങ്ങനത്തെ ചിന്തയിൽ അവരുടെ ജീവിതം വൃഥാ കളയുകയാണ്. ഈ സന്തുജനങ്ങൾ പറഞ്ഞു തന്നത് എന്തെന്നാൽ, സഹോദര, എന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ സംഭവിച്ചു, അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല, അതിനെ മാറ്റാൻ നമുക്ക് കഴിയുകയുമില്ല. സംഭവിച്ചു, ഇനി എന്തു ചെയ്യാം, ഇനി എന്താ വേണ്ടത്, അതാണ് ആലോചിക്കേണ്ടത്. പ്രസന്റ്, ഇപ്പോൾ നടക്കേണ്ടത് അത് നമുക്ക് ശരിയാക്കാവുന്നതാണ്. ഭൂതകാലം അത് കഴിഞ്ഞുപോയി. വർത്തമാനകാലത്തെ പറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ കാര്യത്തെ മറക്കുക. എങ്ങനെ മറക്കണം? അതിനെ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. അത് നമ്മുടെ അധീനതയിലല്ലല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് എപ്പോൾ ഭൂതകാല ചിന്തയെക്കുറിച്ച് മറക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുറേ ശതമാനം ചിന്തകൾ കുറയും. രണ്ടാമത്തേതാണ് ഭവിഷ്യ, ഫ്യൂച്ചർ, വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള വിചാരം. മനുഷ്യൻ ഇതിൽ മുങ്ങിയിരിക്കുകയാണ്. ഓരോരുത്തരും പ്ലാൻ ചെയ്യുന്നു, വലിയ വലിയ പ്ലാൻ. ഭൂമി വാങ്ങിച്ചിട്ടില്ല, എങ്ങനത്തെ വീടാണ് പണിയേണ്ടത് എന്ന് പ്ലാൻ തയ്യാറാക്കി. ഇപ്രകാരമുള്ള മുറിയാകണം, കതക് ജനാല ഇതുപോലെ ആയിരിക്കണം, ഇതിൻ്റെ ആകാരം ഇങ്ങനെയായിരിക്കണം എന്നിങ്ങനെ. മകന് 5 വയസ്സായിട്ടില്ല, മനസ്സിലെന്താണ്, ഇയാളെ ഉപരിപഠനത്തിന് വിദേശത്തേക്ക് അയക്കണം. നാം 100 കൊല്ലത്തെ പ്ലാൻ ചെയ്യുന്നു, അടുത്ത ക്ഷണം എന്താ സംഭവിക്കുന്നത് എന്നറിയുകയില്ല. അടുത്ത ക്ഷണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പക്ഷേ നാം പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളെക്കുറിച്ചും കുട്ടികളുടെ കുട്ടികളെക്കുറിച്ചും അവരുടെ കുട്ടികളെക്കുറിച്ചും അറിയില്ല. എത്ര പ്ലാൻ നാം ചെയ്യുന്നു എന്ന്. വളരെ വലിയ വലിയ പ്ലാൻ തയ്യാറാക്കുന്നു, പക്ഷേ അറിയുകയില്ല. ഒരടി കൊണ്ടുപോയി ന്യൂസ് പേപ്പറിൽ വായിക്കാറുള്ളതാണല്ലോ, ഹൃദയസ്തംഭനമായി പോയി. പിന്നെ ഗവൺമെന്റ്, രാഷ്ട്രങ്ങൾ 5 കൊല്ലത്തേക്കോ 7 കൊല്ലത്തേക്കോ പ്ലാൻ ചെയ്യുന്നു, പഞ്ചവത്സര പദ്ധതികൾ. പക്ഷേ നമ്മളോ 100 കൊല്ലത്തേക്കാൾ അധികമായി പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഇത്രയും വലിയ കാലത്തെ പ്ലാൻ ചെയ്യാതിരിക്കുക, ഇങ്ങനത്തെ പ്ലാനിൽ മുങ്ങാതിരിക്കുക. ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ ഇന്നത്തെ പ്ലാൻ നന്നാക്കുക. ഇതിനെന്താ ചെയ്യുക? ഏറ്റവും നല്ല വഴി, ഡയറി തുറന്ന് തീയതി എഴുതുക, പിന്നെ എഴുതുവാൻ തുടങ്ങുക. ഇന്ന് എനിക്ക് എന്തെല്ലാം ജോലികളാണ് ചെയ്തു തീർക്കേണ്ടത്? ലൗകികമായത്, ആധ്യാത്മിക കാര്യങ്ങളെല്ലാം. ലൗകിക കാര്യങ്ങൾ നോക്കുക. ഏതാണ് അത്യാവശ്യ ജോലികൾ? മഹത്വവും പ്രാഥമികതയും നോക്കി ആദ്യം ഇത്, പിന്നെ ഇത് എന്നിങ്ങനെ ഇത് എഴുതിയ ശേഷം ഒരു കാര്യം നോക്കണം, ആലോചിക്കുക, എന്തെങ്കിലും സമയം ഒഴിവുണ്ടോ എന്ന്. ദിവസത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ഒഴിവു സമയവും എഴുതുക. ഈ സമയം ഒഴിവുണ്ട്, പരമാത്മാവിന് കൊടുക്കാം. ആനന്ദയോഗത്തിന്റെ 2ാമത്തെ സ്റ്റെപ്പിന്റെ വഴി, എല്ലാ ഡയറിയുടെയും മുകളിൽ കുറച്ച് സ്ഥലം ലൈനിൽ നിന്നും മുകളിൽ ഉണ്ടാകും. ഡയറിയിലെ പേജുകളെല്ലാം ലൗകിക കാര്യങ്ങൾ എഴുതുന്നതിന് ഈ മുകളിലത്തെ ഭാഗം പരമാത്മാവിന് വേണ്ടി വെക്കുക. എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കുക. രാവിലെ നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെ എഴുതുക. രാവിലെ അരമണിക്കൂർ പൂജ ചെയ്തുവെങ്കിൽ അതിൽ എഴുതുക അരമണിക്കൂർ. വൈകുന്നേരം അരമണിക്കൂർ പൂജ ചെയ്തുവെങ്കിൽ എഴുതുക അരമണിക്കൂർ. ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഭഗവത് സ്മരണയോടെ കഴിച്ചുവെങ്കിൽ എഴുതുക അരമണിക്കൂർ. രാത്രി ഭക്ഷണം ഭഗവത് സ്മരണയിൽ കഴിച്ചുവെങ്കിൽ എഴുതുക അരമണിക്കൂർ. ഈശ്വരസ്മരണയിൽ ഉറങ്ങി ഈശ്വരസ്മരണയിൽ ഉണർന്നു എങ്കിൽ എഴുതുക 6. ഇതിനുശേഷം എത്ര സമയം ഭഗവാൻ കൊടുക്കുവാൻ സാധിച്ചുവെങ്കിൽ
15 മിനിറ്റ്, അരമണിക്കൂർ എന്ന് എഴുതുക. പിന്നെ എല്ലാം കൂടി കൂട്ടുക. 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ ഈശ്വരസ്മരണ സാധ്യമായി എന്ന്. അങ്ങനെ എത്ര കണ്ട് സാധിക്കുന്നുവോ ടോട്ടൽ കൂട്ടുക, ചെയ്യുക. എല്ലാ ദിവസവും എഴുതിക്കൊണ്ടേയിരിക്കുക. ദിവസവും എഴുതുക, നിയമമായി എഴുതുക. ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവിന് ഒരു ചേതനയുണ്ടാകും. ഇപ്പോൾ വെറും 2 മണിക്കൂറേ സാധിച്ചിട്ടുള്ളൂ, ഇത് 8 മണിക്കൂർ ആകാൻ സാധിക്കും. ഈശ്വരന്റെ അഗാധ സ്മരണയിൽ ഉറങ്ങുക. എനിക്ക് 24 മണിക്കൂർ സമയം ഒഴിവുണ്ട്. വെറുതെ സംസാരിച്ച് തമാശ പറഞ്ഞ് സമയം കളയുകയാണ്. ഇതിനെ പരമാത്മാവിന് കൊടുക്കാം. 2 മണിക്കൂർ കൂടും, ഇപ്പോൾ 10 മണിക്കൂറായി. പിന്നെ ആത്മാവ് പറയും ഒഴിവു സമയം 3 മണിക്കൂറാക്കാം, 5 മണിക്കൂറാക്കാമെന്ന്. ഡയറി എഴുതുന്നതിന്റെ ലാഭം ഇതാണ്. ഉദാഹരണത്തിന്, ഒരു വ്യാപാരി തന്റെ വ്യാപാരത്തിന്റെ കണക്ക് വെക്കുകയാണെങ്കിൽ അയാൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. വ്യാപാരത്തിന്റെ കണക്ക് വെക്കുകയാണെങ്കിൽ അയാൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. വ്യാപാരം വിപുലീകരിക്കുകയും ചെയ്യും. ഇത് ജീവിതത്തിന്റെ യഥാർത്ഥ വ്യാപാരമാണ്. 2-ൽ നിന്ന് 4-ആയും 4-ൽ നിന്ന് 7-ഉം അങ്ങനെ എഴുതുക. ആ ഡയറിയുടെ മുകൾ ഭാഗത്തെ വശത്ത് മറ്റെല്ലാ ഭാഗവും ലൗകികതയ്ക്ക് അപ്രകാരം എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് അന്നത്തെ പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ യാതൊരു വിശേഷപ്പെട്ട കാര്യവും മറക്കില്ല. എന്തെന്നാൽ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, പ്രാഥമികത അനുസരിച്ച് ഇങ്ങനെ കാര്യം ആദ്യം ചെയ്യണം എന്നെല്ലാം. ഇത്തരത്തിൽ നാം പ്ലാനിങ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക ജോലി വിട്ടുപോയേക്കാം. അത്യാവശ്യമില്ലാത്തത് ചെയ്തു എന്നും വരും. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായത് പ്രസന്റ് ഡേ പ്ലാനിങ്, ഇന്നത്തെ പ്ലാനിങ്. അതായത് കഴിഞ്ഞു പോയതിനെ ചിന്തിക്കാതിരിക്കുക, ഭാവിയെയും വിട്ടുകളയുക. ഇന്നത്തെ പ്ലാനിങ് അതുകൊണ്ടാണ് കൂടുതൽ ലാഭം ഉണ്ടാകുന്നത്. ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ മുഴുവനാകുകയില്ല. ചെയ്യേണ്ടത് ചിത്തവൃത്തികളുടെ നിരോധനമാണ്. ചിത്തവൃത്തികളുടെ നിരോധനം എങ്ങനെ ആക്കാമെന്ന് പറഞ്ഞത് വിചാരങ്ങളെ കുറയ്ക്കുവാനുള്ള വഴിയാണ്. വിചാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഉപരിയായി സന്ത് മഹാത്മാക്കൾ പിന്നെയും ചിന്തിച്ചു പറഞ്ഞു. വൃത്തികൾ 4 തരത്തിലാണുള്ളത്. ആദ്യത്തേത് ഈശ്വരീയ വൃത്തി, രണ്ടാമത്തേത് സ്വാത്വിക വൃത്തി, മൂന്നാമത്തേത് രാജസിക വൃത്തി, നാലാമത്തേത് താമസിക് വൃത്തി. ഈ 4 തരത്തിലുള്ള വൃത്തികളെ കൊണ്ടാണ് മനുഷ്യൻ വലയപ്പെട്ടിരിക്കുന്നത്. ഈശ്വരീയ വൃത്തി. ഈശ്വരീയ വൃത്തി പരമാത്മാവിന്റെ അസീമ അപാര ദയയാലും കൃപയാലും മാത്രമാണ് ലഭിക്കുന്നത്, നമ്മുടെ പുരുഷാർത്ഥം കൊണ്ടല്ല. ഏതിനെയാണ് ഈശ്വരവൃത്തി എന്ന് പറയുന്നത്? നിങ്ങൾ ധ്യാനത്തിലിരിക്കുകയാണ്. ദിവസവും ഇരിക്കുന്ന ഒരു ദിവസം സുന്ദരമായ അനുഭവം ഉണ്ടാകുന്നു. അനേകം സൂര്യന്റെ പ്രകാശം കാണുന്നു. ശരീരം വിദ്യുദ്ധാര കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആധ്യാത്മിക അനുഭവങ്ങളെയാണ് ഈശ്വരീയ വൃത്തി എന്ന് പറയുന്നത്. ഇത് പരമാത്മാവിന്റെ ദയയാലും കൃപയാലും മാത്രം കിട്ടുന്നതാണ്. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. പക്ഷെ ഇത് പരമാത്മാവിന്റെ ഇച്ഛയ്ക്ക് അവലംബിതമാണ്. എപ്പോൾ പരമാത്മാവിന്റെ കൃപ ഉണ്ടാകുന്നുവോ അപ്പോഴാണ് അത് അനുഭവപ്പെടുന്നത്. വേറെ ഏത് തരത്തിലെന്നാൽ സുന്ദരമായ സ്വപ്നങ്ങൾ കാണുന്നതും സ്വപ്നത്തിൽ ഭഗവാന്റെ ദർശനം, ഈ അനുഭവങ്ങൾ ഒരിക്കലും മറക്കുവാൻ പറ്റാത്തതാണ്. ലൗകികമായ പല കാര്യങ്ങളും നിങ്ങൾ മറന്നേക്കാം, പക്ഷേ ഈ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ പ്രഭാവം ആത്മാവിലാണ് ചെലുത്തുന്നത്, ആത്മാവിന്റെ സ്ഥാനത്താണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രത്യേക മെച്ചം എന്തെന്നാൽ മരണത്തിന്റെ വിളി എപ്പോൾ വരുന്നുവോ ശരീരം ദുർബലമാവുന്നു, മനസ്സും ദുർബലമാവുന്നു, നമ്മളിലുള്ള സംസ്കാരം മുകളിലേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള ഈശ്വരീയ വൃത്തി പരമാത്മാവിന്റെ ദയാകൃപ കൊണ്ട് പ്രാപ്തമായി എങ്കിൽ അതിന്റെ സംസ്കാരം ആത്മാവിലാണ് നിലനിൽക്കുന്നത്, അത് മുന്നിൽ വരുന്നു. അപ്പോൾ മനുഷ്യൻ വളരെ ശാന്തിയോടും ആനന്ദത്വത്തോടും കൂടി തന്റെ ശരീരത്തെ ത്യജിക്കുന്നു. ഇതാണ് ഈശ്വരവൃത്തിയുടെ പ്രധാന ലാഭം. പക്ഷേ ഇതിന് നമുക്കൊരു നിയന്ത്രണവുമില്ല. പരമാത്മാവിന്റെ ദയാകൃപയ്ക്ക് നിർഭരമായതാണ് അവിടുത്തെ കൃപ ഉണ്ടായെങ്കിൽ അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നു. ആർക്കാണോ ഇപ്രകാരമുള്ള വൃത്തികൾ ലഭിക്കുന്നത് അവരുടെ മഹാഭാഗ്യമാണ്. സ്വാത്വിക് വൃത്തികൾ. സ്വാത്വിക് വൃത്തി എല്ലാ മനുഷ്യരിലും വരുന്നുണ്ട്.
പരോപകാരം, ഭക്തിഭാവം എന്നീ സുന്ദരമായ വിചാരങ്ങൾ ഉണ്ടാകുക സ്വാത്വിക് വൃത്തികളിലാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കുറച്ചു നേരമേ നീണ്ടു നിലനിൽക്കൂ. നിങ്ങൾ ഒരു ജോലിയെ തീർത്ത് ആ ദേശത്തെ പാലിച്ചുവെങ്കിൽ അതിൻ്റെ ലാഭമുണ്ടാകും. അതിനെ പാലിച്ചില്ലെങ്കിലോ ചെയ്യാതെ പോയെങ്കിലോ വളരെ വേഗം തന്നെ ഈ സ്വാത്വിക് വൃത്തി രാജസിക് വൃത്തിയായി മാറും. ഇതാണ് ഇതിന്റെ വിശേഷത. ഉദാഹരണത്തിനായി ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഒരിക്കലും മഹാത്മജി ഉണ്ടായിരുന്നു. അദ്ദേഹം സിദ്ധപുരുഷനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ശിഷ്യനും ഉണ്ടായിരുന്നു. മഹാത്മജി ഒരു കോണകം മാത്രമേ ഉടുത്തിരുന്നുള്ളൂ. വേറെ യാതൊരു വസ്ത്രവും ദേഹത്തിലില്ലായിരുന്നു. കാലിൽ ചെരുപ്പോ മെതിയടിയോ ഒന്നും ഇട്ടിരുന്നില്ല. ശിഷ്യനാണെങ്കിൽ എല്ലാ വസ്ത്രവും ധരിച്ചിരുന്നു. ധോത്തി, ഡബിൾ മുണ്ട്, കുർത്ത, കഴുത്തിൽ മുണ്ട്, കാലിൽ ചെരുപ്പും ഇട്ടിരുന്നു. ഈ രണ്ട് മഹാത്മാക്കളും സത്സംഗത്തിനായി ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടെ നിന്ന് സത്സംഗം നടന്നു. ഈ സിദ്ധനായ മഹാത്മാവ് ചിത്തവൃത്തികളെ പറ്റി പറഞ്ഞു. മനസ്സിൽ 4 തരത്തിലുള്ള വൃത്തികളുണ്ട്. മനുഷ്യരിൽ ഈ 4 തരത്തിലുള്ള വൃത്തികളും വന്നുകൊണ്ടേയിരിക്കും. 1 ഈശ്വരീയ വൃത്തി, 2 സ്വാത്വിക വൃത്തി, 3 രാജസിക് വൃത്തി, 4 താമസിക വൃത്തി. അദ്ദേഹം പറഞ്ഞു, സ്വാത്വിക് വൃത്തി എല്ലാവർക്കും വരും, പക്ഷെ അധിക നേരം നിലനിൽക്കുകയില്ല. അതിനെ അപ്പോൾ തന്നെ മാനിച്ച് പ്രവർത്തിച്ചുവെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അത് രാജസിക് വൃത്തിയായി മാറും. ഈ ശിഷ്യൻ ചോദിച്ചു, മഹാരാജ്, ഈ സ്വാത്വിക് വൃത്തി എങ്ങനെയാണ് രാജസിക് വൃത്തിയായി മാറുന്നത്? മഹാരാജ് പറഞ്ഞു, സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എങ്ങനെയാണ് ഈ സ്വാത്വിക് വൃത്തി രാജസിക് വൃത്തിയായി മാറുന്നത്? നിങ്ങളുടെ പ്രശ്നത്തിന് ഉത്തരം കിട്ടും. പിറ്റേ ദിവസം മഹാത്മാവും ശിഷ്യനും കൂടെ വേറെ ഒരു സ്ഥലത്തേക്ക് സത്സംഗത്തിനായി പോയി. അവർ നടന്നു തന്നെയാണ് പോയത്. വഴിക്കൊരു മണൽപ്രദേശം കടക്കാനുണ്ടായിരുന്നു. സമയം ഉച്ചയ്ക്ക് 11-12 മണിയായി. ജൂൺ മാസമായിരുന്നു. സൂര്യൻ വളരെ രൂക്ഷമായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. മണൽ ചുട്ടുപഴുത്തിരുന്നു. മഹാരാജിന്റെ കാലിൽ ചെരുപ്പില്ലായിരുന്നു. മഹാരാജ് നടക്കുവാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന്റെ കാല് ചുട്ടുകൊള്ളുവാൻ തുടങ്ങി. കാലിന്റെ അടിച്ചുകൊന്ന നിറമായി പൊള്ളാൻ തുടങ്ങി. ഈ ശിഷ്യൻ നോക്കിക്കണ്ടു, മഹാരാജിന്റെ കാലിൽ ചെരുപ്പില്ല. അദ്ദേഹം വേഗം നടക്കുവാനും തുടങ്ങി, ഓടാൻ തുടങ്ങി. ഈ ശിഷ്യന്റെ കണ്ണ് അദ്ദേഹത്തിന്റെ കാലിൽ പതിഞ്ഞു. അദ്ദേഹത്തിന്റെ കാല് ചുവന്നിരിക്കുന്നു. കൊള്ളുമോ എന്ന് ഭയമായി. ആ സമയത്ത് അയാളുടെ ശിഷ്യൻ മനസ്സിൽ സാത്വികമായ വിചാരങ്ങൾ വന്നു. എന്റെ ഈ 2 മുണ്ട് കീറി മഹാരാജന്റെ പാദങ്ങളിൽ ചുറ്റിക്കെട്ടിയാൽ ചെരുപ്പിന്റെ കാര്യം സാധിക്കും. ഇത് സ്വാത്വിക വൃത്തിയാണ്. ദയയുടെ ഭാവമായിരുന്നു ഇത്. ഈ സാധകന്റെ ഹൃദയത്തിൽ ഈ ഭാവന ഉയർന്നു വന്നു. ഭാവന ഉണ്ടായി. പക്ഷേ സംഭവിച്ചത് എന്താ? മഹാരാജ് ഓടാൻ തുടങ്ങി. അദ്ദേഹം കുറച്ച് മുമ്പോട്ട് പോയി. അപ്പോൾ ശിഷ്യൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അയാൾ മഹാരാജനെ വിളിച്ച് നിൽക്കാൻ പറഞ്ഞു. തന്റെ 2 മുണ്ട് കീറി പാദങ്ങളിൽ കെട്ടിയെങ്കിൽ കാര്യം സാധിക്കുമായിരുന്നു. അയാൾ അപ്രകാരം ചെയ്തില്ല. അയാൾ വിചാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും മഹാരാജ് വളരെ മുന്നിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ വേറെ വിചാരം വന്നു. അത് ഇതായിരുന്നു, ശരിയാണ്, മഹാരാജിന്റെ കാല് ചുട്ടും കൊള്ളുന്നുണ്ട്, ചുവന്നിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ഓടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കാൽഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. 3/4 ഭാഗം നടന്ന് തീർന്നു. പിന്നെ ഇത് 2 മുണ്ടാണ്, പുതിയതാണ്, ആദ്യമായി കഴുത്തിലിട്ടതാണ്, 20 ഉറുപ്പികയുടേതാണ്. ഈ 20 ഉറുപ്പിക പിന്നീട് ഉണ്ടാകുമോ ആവോ എന്ന വിചാരം ഉള്ളിൽ പൊന്തി വന്നു. മഹാരാജ് 3/4 ഭാഗം നടന്നു കഴിഞ്ഞു. 1/4 ഭാഗം മാത്രമേ ഇനിയുള്ളൂ. ഈ വിചാരം വന്നപ്പോൾ അയാൾ നടത്തം പിന്നെയും സാവധാനത്തിലാക്കി. മഹാരാജ് മണലിന്റെ ഭാഗം കടന്ന് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. ശിഷ്യൻ പതുക്കെ നടന്നു വന്ന് കുറച്ച് വിശ്രമിച്ച ശേഷം അവർ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. ശിഷ്യൻ പതുക്കെ നടന്നു വന്ന് കുറച്ച് വിശ്രമിച്ച ശേഷം വീണ്ടും നടക്കുവാൻ തുടങ്ങി. സത്സംഗ സ്ഥലത്തെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമത്തിന് ശേഷം സത്സംഗം തുടങ്ങി. 4 വൃത്തികളെ കുറിച്ച് വീണ്ടും പറഞ്ഞു. സ്വാത്വിക് വൃത്തി വരുമ്പോൾ അപ്പോൾ തന്നെ ആ കാര്യം ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ അത് രാജസിക് വൃത്തിയായി മാറും. ഈ ശിഷ്യൻ മഹാരാജിയുടെ കൂടെ വന്നത് വീണ്ടും ആ പ്രശ്നത്തെ ഉന്നയിച്ചു. അത് ചെയ്തില്ലെങ്കിൽ രാജസിക് വൃത്തിയായി മാറുന്നത് മഹാത്മജി പറഞ്ഞു. ഇപ്പോൾ നിനക്ക് ഇതിനെപ്പറ്റി വളരെ സ്പഷ്ടമായി തന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ചൂടുപിടിച്ച മണൽപ്രദേശത്ത് കൂടെ നടന്നു വരുമ്പോൾ നിന്റെ മനസ്സിൽ ഒരു വിചാരം ഉണ്ടായി. നിന്റെ പക്കലുള്ള 2 മുണ്ട് കീറി
എൻ്റെ കാലിൽ കെട്ടിയാൽ ചുട്ടുകൊള്ളുന്ന കാലിന് അറുതി കിട്ടും എന്നത് സാത്വിക വൃത്തിയായിരുന്നു. ആ സമയത്ത് നീ സാത്വിക വൃത്തിയിലൂടെ ആ ദേശത്തെ മാനിച്ചിരുന്നു എങ്കിൽ രണ്ടാം കൊണ്ട് കീറി ഈ സേവകന്റെ പാദങ്ങളിൽ കെട്ടിയിരുന്നു എങ്കിൽ നിനക്കുണ്ടാകുന്ന ആധ്യാത്മിക ലാഭം അതീവമായിരുന്നു. ആ ലാഭത്തിന്റെ മഹിമ എത്രയാകുമെന്ന് പറയാൻ പോലും വിഷമമാകും. പക്ഷേ നീ ആ സാത്വിക വൃത്തിയുടെ ആ ദേശത്തെ മാനിക്കാത്തതിനാൽ വേറെ വിചാരം നിന്റെ മനസ്സിലുണ്ടായി. ഇത് 20 ഉറുപ്പിക്ക് വാങ്ങിച്ചതാണ്, പിന്നെ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. മഹാരാജ് 3/4 ഭാഗം നടന്നു കഴിഞ്ഞു എന്നെല്ലാം രാജസയ്ക്ക് വൃത്തിയായിരുന്നു. അപ്പോൾ ആ ദയാഭാവം കാല് ചുട്ടുകൊള്ളുന്നു എന്നത് മനസ്സിൽ നിന്നും പോയി. വീണ്ടും മഹാരാജ് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് പൂർണ്ണമായും മനസ്സിലായി കാണും. സാത്വിക വൃത്തി കുറച്ചു നേരത്തേക്ക് നിലനിൽക്കൂ എന്ന്. അത് എങ്ങനെയാണ് രാജവൃത്തിയായി മാറുന്നത് എന്നും എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. അത് നിന്റെ മനസ്സിൽ നല്ലപോലെ പതിഞ്ഞു എന്ന്. രാജസിക് വൃത്തി, ധനത്തിന്റെ ഇച്ഛ, പേര്, പദവി, മാനം മുതലായവയുടെ ആഗ്രഹങ്ങൾ മുതലായവ രാജസിക് വൃത്തികളാണ്. ഇപ്രകാരമുള്ള വൃത്തികൾ വരുമ്പോൾ മനുഷ്യൻ അതിനെ കിട്ടുന്നതിനായി കഠിനാധ്വാനം ചെയ്യുന്നു. ആധ്യാത്മിക മാർഗത്തിലെ സാധകന് ഇതിന്റെ അറിവുണ്ടാകുന്നത് എങ്ങനെയെന്നാൽ അയാൾ പൂജയിൽ ധ്യാനത്തിന് പരിശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള നിരവധി വിചാരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നു. വീട് വേണമെന്നുള്ള ആഗ്രഹം, അതിനെപ്പറ്റി ഈശ്വര സ്മരണയ്ക്ക് ശ്രമിക്കുമ്പോൾ വീടിന്റെ ഇച്ഛ പോയി. പിന്നെ ഓഫീസ് കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ബിസിനസ് എന്ന വിചാരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എപ്പോൾ ഇപ്രകാരമുള്ള വിചാരങ്ങൾ വരുന്നുവോ അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ സാധകൻ രാജവൃത്തിയുടെ പ്രഭാവത്തിലാണ് എന്ന്. ഇത്തരത്തിലുള്ള വൃത്തികളിൽ നിന്ന് വിട്ടുകിട്ടുവാൻ ഒരേ മാർഗമേ ഉള്ളൂ. പരമാത്മാവിന്റെ അരികെ ഇരുന്ന് ഉള്ളു തുറന്ന് കരയുക, ഭഗവാനെ, ഞാൻ ഇത്രയും ഭാഗ്യഹീനനാണോ? അവിടുത്തെ ചരണങ്ങളെ വിശ്രമിക്കുവാനും പറ്റുകയില്ലേ? എന്താ, ഇതെന്റെ ജന്മസിദ്ധമായ അധികാരമല്ലേ? എനിക്ക് അവിടുത്തെ ചിന്തിക്കുവാൻ സാധിക്കുക എന്നത് ഞാൻ അവിടുത്തെ അംശമല്ലേ? ഈ അംശം എത്ര കാലം വേറിട്ട് നിൽക്കാൻ കഴിയും? ഹേ ഭഗവൻ, എനിക്ക് അങ്ങനത്തെ ശക്തി തരണമേ. എനിക്ക് അവിടുത്തെ മാത്രം ചിന്തിച്ചിരിക്കാൻ കാരുണ്യമുണ്ടാകണമേ. എൻ്റെ ध्यान योग के कार्यक्रम आनंद योग से निशुल्क जुड़ने के लिए संपर्क करें 9810239677।